12.115 ഗ്രാം MDMA സുധി ജബ്ബാറും 21 വയസ്സുള്ള ഭാര്യ ആൽഫിയയുടെ കിടപ്പുമുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളതാണ്. ഭാര്യയുടെ മൊബൈൽ വഴിയാണ് എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നതായിട്ട് കാണുന്നുള്ളത്. ഞങ്ങൾ കയറി വരുന്ന സമയത്ത് തന്നെ രാത്രികാലങ്ങളിൽ ഒരുപാട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടയത്ത് ദമ്പതികൾ താമസിക്കുന്ന വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ നിന്നുമായി MDMAയും കഞ്ചാവും പിടികൂടി. കോട്ടയം ചെങ്ങളം മോർഗാട് ഭാഗത്ത് എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ പരിശോധനയ്ക്കിടെയാണ് MDMAയും കഞ്ചാവും പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടയം പനച്ചിക്കാട് കുന്നുംപറമ്പിൽ മനു KJ, ചെങ്ങളം മോറുകാട് കണിയാമ്പറമ്പിൽ സുധി ജബ്ബാറിന്റെ ഭാര്യ ആൽഫിയ എന്നിവരെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ദർശക് ആറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട ഓടി രക്ഷപ്പെട്ട കേസിലെ പ്രധാന പ്രതിയായ സുധി ജബ്ബാർ പിന്നീട് എക്സൈസ് ഓഫീസിലെത്തി കീഴടങ്ങി. ഇന്നലെ രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ചെങ്ങളം ഭാഗത്ത് എക്സൈസ് സംഘം വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഓട്ടോറിക്ഷ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഓട്ടോയ്ക്കുള്ളിൽ നിന്നും 1.092 ഗ്രാം MDMAയും 6.12 ഗ്രാം കഞ്ചാവും കണ്ടെത്തി. എക്സൈസ് സംഘത്തെ കണ്ട ചെങ്ങളത്തെ ഒരു ഇടവഴിയിലേക്ക് ഓടിച്ചു കയറ്റിയ ഓട്ടോറിക്ഷയ്ക്ക് പിന്നാലെ എക്സൈസ് സംഘം ഓടിയെത്തി. ഈ ഓട്ടോറിക്ഷയിൽ നിന്നും പിടിയിലായ മനുവിനെ ചോദ്യം ചെയ്തതോടെയാണ് ഇയാൾക്ക് ലഹരി വസ്തുക്കൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് വ്യക്തമായത്. തുടർന്ന് എക്സൈസ് സംഘം ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയെന്ന് സംശയിക്കുന്ന സുധി ജബ്ബാറിന്റെ ചെങ്ങളം മോർഗാട് ഭാഗത്തെ വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു. 32-കാരനായ സുധി ജബ്ബാറും 21-കാരിയായ ഭാര്യ ആൽഫിയയുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവരുടെ കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരുന്ന 12.1157 ഗ്രാം MDMA ഈ പരിശോധനയിലാണ് കണ്ടെത്തിയത്. വീട്ടിലേക്ക് എക്സൈസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് കണ്ട പ്രതി സുധി ജബ്ബാർ വീടിന്റെ പിൻഭാഗത്തുകൂടി ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് എക്സൈസ് സംഘം ഇയാളുടെ ഭാര്യയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവരുടെ അക്കൗണ്ടിലേക്കാണ് ലഹരി മരുന്നുകൾ വിൽക്കുന്നതിന്റെ പണം കൈപ്പറ്റിയിരുന്നത് എന്ന് എക്സൈസ് കണ്ടെത്തി. ഓട്ടോറിക്ഷ ഡ്രൈവർ മനുവിനെയും സുധിയുടെ ഭാര്യ ആൽഫിയയും എക്സൈസ് സംഘം വിശദമായി ചോദ്യം ചെയ്തു. പിന്നീട് കേസിലെ പ്രധാന പ്രതിയായ സുധി ജബ്ബാർ കോട്ടയം എക്സൈസ് ഓഫീസിലെത്തി കീഴടങ്ങി. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കേരള എക്സൈസിൻ്റെ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് കോട്ടയം ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് രാത്രികാല വാഹന പരിശോധന നടത്തിയതിൽ അതിസാഹസികമായിട്ട് ഒരു പാസഞ്ചർ ഓട്ടോ വാഹനത്തെ കണ്ട് വെട്ടിച്ചു പോകാൻ ശ്രമിക്കുന്നത് മേൽവാഹനത്തെ പിന്തുടർന്ന് മോർഗാട് ചെങ്ങളം ഭാഗത്ത് വച്ച് ഈ പാസഞ്ചർ ഓട്ടോയിലെ ഡ്രൈവറായ മനു KJ എന്നയാളെ സംഭവ സ്ഥലത്ത് വെച്ച് സാഹസികമായി കീഴ്പ്പെടുത്തുകയും ടിയാൻ്റെ വാഹനത്തിൽ നിന്ന് 6.192 ഗ്രാം കഞ്ചാവും 1.092 ഗ്രാം MDMAയും കണ്ടെടുക്കുകയും അതിൻ്റെ ഉറവിടത്തെപ്പറ്റി അന്വേഷിച്ചതിൽ സുധി ജബ്ബാർ എന്ന 32 വയസ്സുകാരൻ്റെ കൈവശത്തു നിന്നാണ് ടിയാൻ അത് വാങ്ങുന്നതെന്നും വാഹന വ്യൂഹത്തെ കണ്ട് വെട്ടിച്ച് വാഹനം കയറാത്ത ഈ റോട്ടിലേക്ക് വന്ന് ഇവിടെ പതുങ്ങി നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു എന്നും മനസ്സിലാക്കിയത്. ഈ സുധി ജബ്ബാർ എന്ന ആളുടെ വീട്ടിലേക്ക് പാർട്ടി സഹിതം എത്തി അവിടെ നിന്നും സിപ്ലോ കവറടക്കം 12.115 ഗ്രാം MDMA സുധി ജബ്ബാറും അദ്ദേഹത്തിൻ്റെ 21 വയസ്സുള്ള ഭാര്യ ആൽഫിയയുടെ കിടപ്പുമുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളതാണ്. ഈ കേസിലേക്ക് മനു KJ, സുധി ജബ്ബാർ, ആൽഫിയ 3 പേരെയും പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് കേസ് കൂടുതൽ ടോട്ടൽ എത്ര ഗ്രാം MDMA പിടിച്ചെടുക്കുന്നുണ്ട്? MDMA മാത്രം 12.55 ഗ്രാം ആണുള്ളത്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസാണ്. കോട്ടയത്തെ ഈ അടുത്ത കാലങ്ങളിലെ ഒരു വലിയ MDMA വേട്ടയാണ് എക്സൈസിൻ്റെ. ഇവർ വിൽപ്പന ഉള്ളതായിട്ടോ എങ്ങനെയാണ് അതിൻ്റെ ഒരു പറയുന്നത്? ഇത് ഞങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ടുള്ള രാത്രികാല പെട്രോളിങ്ങിൽ നമുക്ക് കിട്ടിയ ഒരു റാൻഡം ഇൻഫർമേഷൻ്റെ വർക്കൗട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയാണ്. ഇതിൽ നമുക്ക് മറ്റ് രഹസ്യവിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വാഹന പരിശോധനയുടെ ഭാഗമായി നടത്തിയ റിക്കവറിയിലാണ് നമുക്ക് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇവർ വിൽപ്പനക്കാർ തന്നെയാണെന്നൊരു വിവരം നമുക്കുണ്ടോ? അത് അവരുടെ ഒരു പരിശോധന കൂടുതലായിട്ട് അവരുടെ മൊബൈലും ഈ സുധി ജബ്ബാർ എന്ന ആളുടെ ഭാര്യയുടെ മൊബൈൽ വഴിയാണ് എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നതായിട്ട് കാണുന്നുള്ളത്. ഞങ്ങൾ കയറി വരുന്ന സമയത്ത് തന്നെ രാത്രികാലങ്ങളിൽ ഒരുപാട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ വീടിനെ സമീപിച്ചപ്പോൾ വീടിൻ്റെ പിൻവാതിലിലൂടെ പ്രതി ഓടിപ്പോകുന്നൊരു സാഹചര്യം
മൂന്നാം പ്രതി ഓടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ദർശക് ആറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ബി ആനന്ദ് രാജ്, എം നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കോട്ടയം ജില്ലയിൽ അടുത്ത കാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണ് ഇന്ന് നടന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫോക്കസ് ന്യൂസ് TV, കോട്ടയം.